Started spraying smoke inside my house actually, onto my face and all. I'm here inside my house. No bastards are here always. You all know I'm alone here, and these criminals want to create stories that someone is coming here. Okay, for all these things are for looting insurance. And this bastard Subramanian will be saying, I'm 50 or 50. നിനക്ക് 50 വയസ്സ് കഴിഞ്ഞു, നിനക്ക് 50 വയസ്സ് കഴിഞ്ഞു, 50 വയസ്സ് കഴിഞ്ഞാൽ ജീവിക്കരുതെന്ന്. 50 വയസ്സിന് മേളിൽ എനിക്ക് മാത്രമാണ് 50 വയസ്സായത്. വേറെ ആർക്കും ഈ ലോകത്ത് 50 വയസ്സുള്ളവരില്ല. 50 വയസ്സുള്ളവർക്ക് ആർക്കും മുടിയില്ല. ഉണ്ടെങ്കിൽ തന്നെ 50 വയസ്സുള്ളവർ 50 വയസ്സുള്ളവർക്ക് മുകളിലുള്ളവർക്ക് നല്ല മുടിയില്ല, മുഖമെല്ലാം വല്ലാതിരിക്കുകയാണ്, കൈയും കാലും ഒക്കെ വല്ലാതിരിക്കുകയാണ്, അങ്ങനെ അസുഖങ്ങൾ കൊണ്ടങ്ങ് കുഴയുകയാണ് 50 വയസ്സ് കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് മനസ്സിലായില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ മുടിയായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം എനിക്ക് മുടി, അതുകൊണ്ടാണ് ഇങ്ങനെ ലേസറൊക്കെ അടിക്കുന്നത്. ഈ ലോകത്ത് വേറെ ആരും 50 വയസ്സിന് ഓവറായിട്ട് ഇരുന്നിട്ടില്ല, 50 വയസ്സിന് അപ്പുറത്തോട്ട് ജീവിച്ചിട്ടില്ല എന്നാണ് ഇവൻ്റെ ഇത് പറയുന്നത്. പക്ഷെ ഇവന് ഇവൻ്റെ വയസ്സങ്ങ് കുറച്ചാണ് പറയുന്നത്. ഒരു 80 എത്രയോ വയസ്സുണ്ട് ഇവന് 76 വയസ്സേ ഉള്ളെന്ന് പറഞ്ഞങ്ങ് നടക്കുകയാണ് ഇവന്. അങ്ങനെ പല പല കള്ളത്തരമായിട്ട് ഇവനങ്ങ് നടക്കും. ഇവൻ്റെ പെണ്ണുപിള്ളയ്ക്കൊരു 90 വയസ്സുമുണ്ട്. കാരണം എൻ്റെ അമ്മയൊക്കെ കല്യാണം കഴിച്ച് കുറേ നാൾ കഴിഞ്ഞാൽ ഇവിടെ കല്യാണം കഴിഞ്ഞത്. ആദ്യത്തെ ഒന്ന് കഴിഞ്ഞേച്ച് പിന്നെ അത് കഴിഞ്ഞത്. ഇങ്ങനെ ആദ്യത്തെ അങ്ങേര് 7 ദിവസം കൊണ്ട് ഓടിപ്പോയെന്നാണ് പറയുന്നത് എല്ലാവരും. ഇങ്ങനെ നടക്കുകയാണ്, എന്നിട്ട് നമ്മളെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. ഇവനും നമ്മളെ ടാർഗറ്റ് ചെയ്തിരിപ്പാണ് ജോലി. ഈ സദാനന്ദ മന്ദിരത്തിക്കാർക്കും ഈ സുബ്രഹ്മണ്യനും എൻ്റെ വീട്ടിൽ ആരൊക്കെയോ വരുന്നു എന്ന് കഥയുണ്ടാക്കലാണ് ഇവന്മാരുടെ ജോലി. ഇവിടെ ഒന്നും ആരും വരുന്നില്ല, നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു മനുഷ്യനും വരാറില്ല, കയറ്റത്തുമില്ല. നമ്മുടെ ഗേറ്റൊക്കെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ എപ്പോഴും കഥ ഉണ്ടാക്കുകയാണ് ജോലി. ഇവന്മാർ ആരൊക്കെയോ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഥകളുണ്ടാക്കുക. ഇവിടെ ഒന്നും ഒരവനും വരാറില്ല. ഇവിടെ ഒന്നും ഒരു ആരും വന്നോട്ട് കയറ്റത്തുമില്ല, മനസ്സിലായില്ലേ? ആവശ്യമുള്ളവരും ഒക്കെ വരാറുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ക്യാമറയ്ക്ക് എന്തെങ്കിലും കുഴപ്പമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ വരാറുള്ളൂ. അല്ലാതെ ഇവിടെ ഒന്നും ആരും വരാറില്ല. ഇവിടെ ഒന്നും ആരെയും കയറ്റേണ്ട കാര്യമേ ഇല്ല, ഒരവനെ ഒരവളെ. മനസ്സിലായില്ലേ? ഇവിടെയാണ് ഞാൻ. ഒരാളും എത്തില്ല. നല്ല കണ്ടില്ലേ? ഇതുപോലെ വെന്റിലേഷൻസ് ഉള്ള വീടാണ്. ഈ വീടാണ് നമ്മുടെ ഈ വീടാണ് അടിച്ചു പൊളിക്കാനായിട്ട് രാജമ്മ പോലീസിനെയും കൊണ്ട് വന്നത്. ഈ വീട്ടിൽ വന്നാണ് അടിച്ചു പൊളിച്ചത്. അവളുടെ ചെവുക്കുറ്റി അടിച്ചു പൊളിക്കേണ്ട സമയമായിരുന്നു. അവിടെ ചെവുക്കുറ്റിക്ക് അവിടെ ചെന്ന് അടിക്കണമായിരുന്നു. ഇവളുടെ ഇവിടെ അങ്ങ് ചെന്നീർക്കര ചെന്ന് അവിടെ ചെവുക്കുറ്റി അടിച്ചു പൊളിക്കണമായിരുന്നു എൻ്റെ വീട് അടിച്ചു പൊളിച്ചതിന്. ഇത്രയും വെന്റിലേഷൻസ് ഉള്ള സാധനത്തിനകത്ത് എൻ്റെ വീടിനകത്ത് അവൾ കുറേ പോലീസുകാരെയും കൊണ്ട് കയറി സെർച്ച് വാറൻ്റ് ഒന്നും ഇല്ലാതെ കയറി ഇവൾ ഇതിനകത്തെല്ലാം സെർച്ച് ചെയ്ത് എൻ്റെ ക്യാമറയൊക്കെ ഹാക്ക് ചെയ്തുകൊണ്ട് പോയത് അവളാണ്. നമ്പർ 1 ക്രിമിനലാണ് അവൾ. കേട്ട കെടുമ്പ്. ഇത്രയും വെന്റിലേഷൻസ് ഉള്ള ഇതാണ് ഇവൾ അടിച്ചു പൊളിച്ചത്. ഇവളെ ചെവുക്കുറ്റിക്ക് അടിക്കണമായിരുന്നു, അന്നേ പിടിച്ചിറക്കി കൊടുക്കണമായിരുന്നു നല്ല ശരിക്ക്. അവൾക്ക് നല്ല ശരിക്ക് കിട്ടിയിട്ടില്ല, അതാ കുഴപ്പം. അവൾക്ക് അഹങ്കാരം കൂടുതൽ. അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റി അവിടെ കയ്യിലിരുന്നാൽ മതി. വേറുള്ളവരുടെ വീട് വന്ന് അടിച്ചു പൊളിക്കുക ഭയങ്കര. ഇപ്പം എവിടെയാണെന്ന് കേട്ട കേടുമ്പോൾ അവൾ ചത്താൽ നമ്മൾ കയറത്തില്ല. ചത്താൽ ഇവൾ ചത്തെന്നറിഞ്ഞാൽ പട്ടിയെ അടുക്കുന്ന പോലെ അവളെ അടക്കത്തേ ഉള്ളൂ. ഇങ്ങോട്ട് കെട്ട കേടുമ്പിന് ക്രിമിനലെങ്ങാണ്ട് അതുപോലത്തെ ക്രിമിനലാണ് അവൾ. ഇതുപോലുള്ള എൻ്റെ വീടാണ് വന്ന് അടിച്ചു പൊളിച്ചത്. ഇതുപോലെ വെന്റിലേഷൻസ് ഉള്ള വീട്. ഇതെല്ലാം ഇതിനകത്ത് എവിടെ കൂടെ നോക്കിയാലും നമുക്ക് കാണാം അകത്തോട്ട്. ഇതുപോലെ വെന്റിലേഷൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? ഇതിനകത്ത് എന്തോ ഉണ്ട്, ആരോ ഉണ്ടെന്നൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള എൻ്റെ വീടാണ് അടിച്ചു പൊളിച്ചത് ഇവൾ. രാജമ്മ എന്ന് പറയുന്ന വല്യത്ത് രാജമ്മ, ഒരു കേടി. പിന്നെ ഒരുത്തിയുണ്ട് എന്തുവാ ശാന്ത. അതൊക്കെ എന്നെ മെഡിക്കൽ മെഷീനിൽ കണ്ടപ്പോഴേ അവളങ്ങ് തുള്ളുമായിരുന്നു. അവിടെ മോനൊരു ഇതുപോലെ ഇൻഷുറൻസ് ലൂട്ടുകാരൻ ഒരു 500 ആക്സിഡൻറ്റ് ഉണ്ടായിക്കാണ്. ഇപ്പം പിന്നെ ഹാർട്ട് അറ്റാക്കിലോട്ട് പിടിച്ചിരിക്കുക. ഇവൾ പിന്നെ എന്തുവാ ടോട്ടൽ നീ ട്രാൻസ്പ്ലാന്റ് അങ്ങനെ പലതും ചെയ്ത് അവളുടെ കണ്ണും ഈ രാജമ്മയുടെ കണ്ണും പോകുന്ന ഒരുപോലെ. കള്ളികളുടെ കണ്ണ് രണ്ടും ഇങ്ങനെ പോകുന്നേ കാണണം. മറ്റവളൊക്കെ കള്ളികളാണ്, ഇത്രയും കുഴപ്പമില്ല. ലീലയ്ക്കൊന്നും ഇത്രയും എന്തുവാ കുഴപ്പമായിട്ട് നമ്മളോട് കാണിക്കത്തില്ല. ഇവളുമാരാണ് വലിയ ഇത്. ഇൻഷുറൻസ് എങ്ങനെയെങ്കിലും ലൂട്ട് ചെയ്യണമെന്നുള്ള ഇതിൽ നടക്കുകയാണ് കള്ളികൾ. ഈ 2 കള്ളികളാണ് മുത്തുകേടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വല്യത്തെ നമ്പർ 1 കേടികളാണ് ഇവളുമാർ രണ്ടും.